അല്ല ഇതാരും നമ്മുടെ വേലവെപ്പനല്ലേ? ഏതാ ഈ പുതുമുഖം? പുതുമുഖമല്ല, നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിന് ഒരു കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് നടന്ന വാർത്ത പറഞ്ഞിരുന്നു. ഏതാ നിന്റെ രാജ്യം? കൊല്ലം. കുതിരവട്ടമല്ലല്ലോ. ഇത് മറ്റേ കേസ് വീണ്ടും വന്നതാ. എവിടെയാണ്, ഏത് ജില്ലയാണ് എന്ന് ചോദിച്ചിരുന്നു. നിരവധി ആളുകൾ കൊല്ലമെന്നും ആലപ്പുഴയെന്നും തൃശ്ശൂരെന്നും ഒക്കെ എഴുതുന്നുണ്ട്. ശരിയായ ഉത്തരം നിർഭാഗ്യവശാൽ കൊല്ലമായി പോയി. നിനക്കാടാ, നിന്റെ പേര് തന്നെ വീഴും. എനിക്ക് അപ്പോഴേ തോന്നി എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. കൊല്ലത്ത് കുട്ടിക്കടയിൽ വിവാഹ സൽക്കാരത്തിന് ശേഷം ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിനെ തുടർന്ന് കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു. പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. അടികൾ പലവിധം. സെവൻസിനടി, പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാക്കടി, ഗാനമേളക്കടി, തിയേറ്ററിലടി, പിന്നെ വെറുതെ വരുന്നടി. 4 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പൊറോട്ട കിട്ടാത്തതിന്റെ പേരിൽ അടിയുണ്ടാക്കിയ ജില്ലയും കൊല്ലം തന്നെയായിരുന്നു. അതിനു മുമ്പ് ലേസ് കിട്ടാത്തതിന്റെ പേരിലും അടിയുണ്ടാക്കിയെന്ന, പപ്പടം കിട്ടാത്തതിന്റെ പേരിലും അടിയുണ്ടാക്കിയിരുന്നു. ഒരു കൂട്ടം മനുഷ്യർ ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും അല്ലേ? സമ്പൂർണ്ണ ചാറ്റരുതാ. ഈ കാറ്ററിംഗിന് എത്തിയ തൊഴിലാളികൾ തമ്മിലായിരുന്നു ഈ കൂട്ടത്തല്ല് നടന്ന. രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള ഒരു തർക്കം അത് തല്ലിലേക്ക് എത്തുന്നു. അത് കൂട്ടത്തല്ലിലേക്ക് എത്തുന്നു. അത് പാത്രങ്ങൾ എടുത്തെറിയുന്നു. അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു. ഇനി ഒന്നും നോക്കണ്ട, കാലെടുക്കല്ലേ. അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നടന്ന സംഭവത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഈ കൊല്ലത്തെ കേരളത്തിൽ നിന്ന് എടുത്ത് മാറ്റിത്തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പൈസ തരണ്ട, വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട, ഒഴിവാക്കി തരൂ പ്ലീസ്. പൊറോട്ട കിട്ടാത്തതിന്റെ പേരിൽ, സലാഡ് കിട്ടാത്തതിന്റെ പേരിൽ, ലേസ് കിട്ടാത്തതിന്റെ പേരിൽ, പപ്പടം കിട്ടാത്തതിന്റെ പേരിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അടികൂടുന്നത്. എന്താ പറയുക? ബാക്കിലേക്ക് ഇറങ്ങി പിടിക്കാറുണ്ട്.